ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ നിന്ന് ആരെ ഇറക്കി വിടുന്നില്ല. ഇത് അർച്ചനത്തിന് മാത്രം തീരുമാനമാ. പിന്നെ അവരെന്ത് ചെയ്യണമായിരുന്നു? പാഞ്ചാലി വസ്ത്രാക്ഷേപം ഇതിനേക്കാൾ ഭേദമായിരുന്നു. അതിനേക്കാൾ വലിയ ക്രൂരതയല്ലേ എല്ലാരും കൂടി ആ പാവത്തോട് ചെയ്തത്? എടുത്ത തീരുമാനം നടപ്പാക്കി അടങ്ങുന്ന പിടിവാശിയുള്ള ആളാ തന്റെ ചേച്ചി. അതുകൊണ്ട് തന്നെ ഏട്ടത്തിന്റെ ജീവിതത്തിൽ ഗുണത്തിന് പകരം ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ അച്ഛ ചേച്ചി കേക്കില്ല. 100 ന്യായങ്ങൾ പറഞ്ഞ് എന്റെ നാവ് അടക്കിക്കളയും. ആതിര പറഞ്ഞ ശരിയാ. അവളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാത്ത അവസ്ഥയിൽ ഞാൻ. അവളെടുത്ത ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ എനിക്കും പറ്റുന്നില്ല. ഭർത്താവെന്ന നിലയിൽ പോകരുതെന്ന് പറയാം, നിർബന്ധിക്കാം, വഴക്കിടാം. പക്ഷെ അപ്പോഴും ന്യായം അവളുടെ പക്ഷത്താ. കുറ്റബോധത്തോടെ അല്ലാതെ അവളോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. സച്ചേട്ടൻ നിർബന്ധിച്ച ഏട്ടത്തെ അനുസരിക്കില്ലേ? ഇല്ല, ഒരു ഉറച്ച മനസ്സിന്റെ തീരുമാനം അത്. സച്ചേട്ടാ, പിന്നെ എന്തോ ഒരു വഴി. ഒരു വഴിയുണ്ട്. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ തീരുമാനം അർച്ചന സ്വയം എടുത്തതാ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് അച്ഛ ചേച്ചി കൊണ്ടെത്തിച്ചതാരാ? അച്ഛനും കൂടെ ചേർന്നല്ലേ? എനിക്കതിൽ ഒരു പങ്കുമില്ല. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അച്ഛനങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പരസ്യമായി അപമാനിക്കും പോലെ എല്ലാരും കൂടെ പാവത്തിനെ കൊത്തി കീറി. സഹിക്കാവുന്നതിന്റെ പരമാവധി അർച്ചനെടുത്ത് സഹിച്ചു. ഈ ഭൂമിയോളം താണു. എന്നിട്ടും അച്ഛൻ മൗനം പാലിച്ചു. കുറ്റകരമായ മൗനം. ആ മൗന അർച്ചനെടുത്ത് കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. ഇന്നലെ വരെ അച്ഛ ചേച്ചി വീടിന് പ്രിയപ്പെട്ടവളായിരുന്നു. അച്ഛന്റെ എല്ലാ കാര്യത്തിനും അച്ഛ ചേച്ചി വേണമായിരുന്നു. ഇപ്പൊ എങ്ങനെ അച്ഛ ചേച്ചി അച്ഛന്റെ പ്രിയപ്പെട്ടവളല്ലാതായി? ആതിര ആ പറഞ്ഞ തെറ്റാ. ഇന്നലെ വരെ അല്ല, ഇന്നും അർച്ചന ഈ വീടിനും അച്ഛനും ഇവിടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവള് തന്നെയാ. നാളെയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞ ഒരു പെണ്ണിന് എല്ലാവരെയും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പോലും അമ്പരന്നിട്ടുണ്ട്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അർച്ചനയാ. എല്ലാവർക്കും അങ്ങനെ കഴിയില്ലായിരിക്കാം, പക്ഷേ അർച്ചനയ്ക്ക് അതിന് കഴിയും. കാരണം അർച്ചന അത്രയ്ക്ക് നന്മയുള്ളവളാ. പക്ഷേ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ജോൽസിന്റെ തീരുമാനം അനുസരിക്കുക എന്നുള്ളതാ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അർച്ചനയ്ക്ക് സച്ചിയും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴത്തെ ഈ തീരുമാനത്തെ വ്യക്തിപരമായിട്ട് ആരും എടുക്കേണ്ട കാര്യമില്ല. തൽക്കാലത്തേക്ക് കുറച്ചു ദിവസം അർച്ചന ഈ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ വിചാരിച്ചാ മതി. അർച്ചനയുടെ തിരുസ്ഥാനത്ത് ചേച്ചിയായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? എന്താ സംശയം? ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി 100 വട്ടം ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ അർച്ചനയോട് ആർക്കും ഒരു വിരോധവും ഇല്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ പറ്റൂ. അർച്ചന ഇവിടുന്ന് പോകുന്നതില് അച്ഛന് വിഷമം ഇല്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അച്ഛന്റെ വിഷമം എത്ര വലുതാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു കുടുംബത്തിന്റെ പൊതുവായ ഒരു കാര്യം വരുമ്പോ എല്ലാവരും ആ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ തീരുമാനം എടുക്കുന്നത്. അർച്ചനയും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഇതില് അച്ഛനൊരു റോളും ഇല്ല, അല്ലേ അച്ഛാ? അങ്കിളുടെ വായ ചേച്ചി മൂടിക്കെട്ടി. ഈ കുതന്ത്രം ഞങ്ങളുടെ അടുത്ത് നടക്കില്ല.
ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ ഇവിടെ നിന്ന് മാറി നിൽക്കാനോ അർച്ചനയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ വീടിന് മേൽ പതിച്ച ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് മാത്രം ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഇപ്പോഴും അർച്ചന ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അച്ഛ ചേച്ചി പിന്നെ പോവില്ല. ആ അച്ഛനതെങ്ങനെ പറയാൻ പറ്റും? തീരുമാനം എടുത്ത ആൾക്ക് മാത്രമല്ലേ പിന്തിരിയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ചെന്ന് അർച്ചനയോട് പറ, അല്ലാതെ ഹാർട്ട് പേഷ്യന്റ് ആയ അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പൊ തന്നെ അച്ഛന്റെ BP വളരെ ഹൈയാ. ദയവ് ഇത് നിങ്ങളൊന്ന് പോ പ്ലീസ്. ഈ വീട്ടില് അർച്ചനടുത്ത് ആരുടെങ്കിലും ഒരു വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛന്റെ വാക്കാ. ഏത് സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടായാലും ആരുടെ പ്രേരണ കൊണ്ടായാലും അച്ഛനത് പറയാതിരുന്ന പിന്നീട് നമ്മളെല്ലാരും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അച്ഛന്റെ ഈ മൗനമായിരിക്കും നാളെ ഈ കുടുംബം തകർക്കാൻ പോകുന്നത്. ഇനി തീരുമാനം അച്ഛന്റെയാ. അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അവരുടെ മുന്നിൽ അച്ഛൻ തോറ്റുപോയാ ഈ കുടുംബത്തെ രക്ഷിക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞു പോവും. കുറച്ച് നാളുകളുടെ വേർപിരിയൽ മാത്രമേ ഉള്ളൂ. അർച്ചനെ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ടുവരാം. അയാളുടെ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയി. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇയാള് ചെന്ന് അർച്ചനോട് പോകണ്ടെന്ന് പറഞ്ഞേനെ. കിളവാ, തന്റെ മരുമോൾ അർച്ചന ഇനി ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. ഇതവളുടെ ഒടുക്കത്തെ പോക്കാ. അപ്പൊ 2 ദിവസം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളോട് നടന്നു അല്ലേ? ആരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതെന്ന് നിനക്കറിയോ? ഇവിടെ നിന്ന് ആരെ ഇറക്കി വിടുന്നില്ല. ഇത് അർച്ചനടുത്ത് മാത്രം തീരുമാനമാ. പിന്നെ അവരെന്ത് ചെയ്യണമായിരുന്നു? പാഞ്ചാലി വസ്ത്രാക്ഷേപം ഇതിനേക്കാൾ ഭേദമായിരുന്നു. അതിനേക്കാൾ വലിയ ക്രൂരതയല്ലേ എല്ലാവരും കൂടി ആ പാവത്തിനോട് ചെയ്തത്?